ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നലെ നമ്മൾ യാത്ര പോയിരുന്നില്ല. വോട്ടെണ്ണലിന്റെ ഉദ്വേഗത്തിലായിരുന്നു ഞാനും നിങ്ങളുമെല്ലാം. അപ്പോൾ വീണ്ടും നമ്മുടെ സംയുക്ത യാത്ര തുടരാൻ, നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടെ അത് തുടരാം. എന്നത്തെയും പോലെ ഇന്ന് തുടക്കത്തിൽ പറയാനുള്ളത് സെയിന്റ് അഗസ്റ്റിൻ യാത്രയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ദി എൻറ്റയർ വേൾഡ് ഈസ് എ ബുക്ക്. ദോസ് ഹു ഡു നോട്ട് ട്രാവൽ റീഡ് ഓൺലി വൺ പേജ്. എന്നും ഒരേ പേജ് വായിക്കാതെ വായിച്ചാലും തീരാത്ത ലോകമെന്ന പുസ്തകം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യൂ. യാത്രകൾ പോകാൻ കാണാൻ ഇടങ്ങൾ ഒരുപാടുണ്ട്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ റെഡിയാണെങ്കിൽ കമൻ, ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. യാത്ര എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും ദൂരദേശങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുക. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എത്ര സുന്ദരമായ ഇടങ്ങളുണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കാണാൻ വേണ്ടിയോ കൂടുതൽ അറിയാനോ നാം ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. മനോഹരമായ ഒരു തുരുത്തിലേക്കാണ് അടുത്ത യാത്ര നമ്മൾ പോകുന്നത്. തുരുത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ചവിട്ടുനാടകത്തെ നെഞ്ചിലേറ്റിയ ഒരു ഗ്രാമത്തിലേക്ക് കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. കലാവിശേഷങ്ങൾക്കൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. രുചികരമായ മത്സ്യവിഭവങ്ങളുടെ വിശേഷങ്ങൾ റോസമ്മ ചേച്ചി പങ്കുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ വടക്കൻ പറവൂരിലെ ഗോതുരത്തിലേക്ക് ഒരു സൈക്കിൾ റൈഡ് നടത്തുകയാണ് സ്മിത ഹരിദാസ്. ചരിത്രമുറങ്ങുന്ന വടക്കൻ പറവൂരിലെ ചേന്നമംഗലം പാല്യം കൊട്ടാരം. അവിടെ നിന്ന് ഏതാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ ഗോതുരത്തിലെത്താം. ചുറ്റിലും പുഴയും നിറയെ മരങ്ങളും പച്ച പുതച്ച ഒരു ഗ്രാമം. ഒരറ്റത്ത് തൃശൂർ ജില്ല, മറ്റൊരറ്റത്ത് എറണാകുളം ജില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഗോതുരുത്തിന്റെ ചരിത്രത്തിന്. മുസരിസ് പൈതൃക പദ്ധതിയിൽ ഗോതുരുത്തും ഇടം പിടിച്ചിട്ടുണ്ട്. ഗോതുരത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുക ചവിട്ടുനാടകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം എന്നുള്ള നിലയിലാണ്. ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ഒരു കൊച്ചു കുഞ്ഞു മുതൽ വയസ്സായവരുടെ ബ്ലഡിൽ വരെ ഇതിങ്ങനെ കലർന്ന് കിടക്കുകയാണ് ചവിട്ടുനാടകം. എല്ലാവരും എന്ന് പറയാം, ചവിട്ടുനാടകത്തിൻ്റെ ഒരു 2 അടിയെങ്കിലും വയ്ക്കാത്ത ആളുകളുണ്ടാവില്ല. ഗോതുരത്തിലെത്തിയാൽ പരിചയപ്പെട്ടിരിക്കേണ്ട ഒരാളുണ്ട്. നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന റോസമ്മ ചേച്ചി. മത്തികൊണ്ട് 19 തരം മീൻ വിഭവങ്ങൾ ഉണ്ടാക്കും റോസമ്മ ചേച്ചി. മത്തി പാലൊഴിച്ച കറി, മത്തി തോരൻ, മത്തി ബജി, കൂടാതെ ഉപ്പുമാങ്ങ കൊണ്ട് വായിൽ വെള്ളമൂറുന്ന ഒരു പ്രത്യേക കറിയും. പക്ഷെ റോസമ്മ ചേച്ചിയുടെ കയ്യിൽ ഈ മത്തി ഒന്നാണ്ടല്ല, ഒന്നും പറയണ്ട മോനെ. അല്ലേ റോസമ്മ ചേച്ചി? എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര തരത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അവര് ഏകദേശം എത്ര തരം റോസമ്മ ചേച്ചി? ഞാനിപ്പോ 19 തരം വരെ ഉണ്ടാക്കി. ചില നെല്ലിക്കയിട്ട്, പുളിയിട്ട്, മാങ്ങയിട്ട്, അങ്ങനെ പൊള്ളിക്കണ്, തോടോടെ പൊള്ളിക്കണ്, പിന്നെ വില വെച്ച് പൊള്ളിക്കും. അങ്ങനെ പല തരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. ഇനിയിപ്പോ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ആള് പാൽക്കറി വെക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേത് കുറക്കും. ഇതിങ്ങനെ കളറോടെ ഇതിങ്ങനെ ഇരിക്കും. അതിന് ശേഷമാണ് നമ്മൾ മുട്ടയും ഈ എന്നിട്ടാണ് കടലമാവും അടിച്ചിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത്. അപ്പൊ നമ്മളങ്ങനെ 9 കൂട്ടം മസാല പെരട്ടി വെച്ച മത്തി അതിലേക്ക് ചേച്ചി മൈദയിൽ അങ്ങ് നല്ലോണം അത് പൊതിഞ്ഞ് വെച്ച് പൊതിഞ്ഞ് വെച്ച് അതിന്റെ ഒരു നിറം മാറാതിരിക്കാനാണ്, അതിന്റെ ഒരു ഭംഗി പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത് അങ്ങനെ ചെയ്ത്.
ഇനിയിപ്പോ തവയില് വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ചൂടായി ഇങ്ങനെ വരികയാണ്. ഇത് മുട്ടയാണ്, ചേച്ചി നേരത്തെ പറഞ്ഞു. അതിലേക്ക് മുട്ടയും കടലമാവും ഉപ്പും ചേർത്ത് മുക്കിതേ ഇങ്ങനെ അങ്ങോട്ട് അതിലിങ്ങനെ കുളിപ്പിച്ച് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. നാടൻ രുചിക്കൂട്ടുകളും പരമ്പരാഗത രീതികളും വിട്ടൊരു കളിയില്ല റോസമ്മ ചേച്ചിക്ക്. ഓട്ടുരുളിയും കവുങ്ങിൻ പാള കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം തവിയും. സൂചി കൊണ്ട് കുത്തി ഷെയ്പ്പാക്കിയിട്ട് അതിങ്ങനെ ചെയ്യും. കണ്ട കെട്ടി വെച്ചേക്കണണ്ട. അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇതിപ്പോ ജനുവരിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ റോസമ്മ ചേച്ചി ഉണ്ടാക്കി നമുക്ക് വേണ്ടി കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി. അതിലിപ്പോൾ ഈ ഉപ്പുമാങ്ങ ഇട്ടിട്ടുള്ള കറി ഒരു സ്പെഷ്യലാണ്. തോരൻ, മത്തി തോരനുണ്ട്, മത്തി ബജ്ജി ഉണ്ട്, മത്തി പാൽക്കറി ഉണ്ട്. ഇനി ഒരുപാട് വിഭവങ്ങളുണ്ട് റോസമ്മ ചേച്ചിക്ക്. ഇനി പോകുന്നത് തമ്പിയാശാന്റെ അടുത്തേക്കാണ്. ചവിട്ടുനാടകം ജീവശ്വാസം പോലെയാണ് ആശാന്. ഗോതുരുത്തുകാരെ ചവിട്ടുനാടകം പഠിപ്പിക്കാനും ആശാൻ മുന്നിലുണ്ട്. ആർക്കും പൂകൾ പടൈത്താനർക്കും ചെറുശലയിൽ, ആർക്കും പൂകൾ പടൈത്താനർക്കും ചെറുശലയിൽ, കാർക്കും മുഖം മധുനാൻമാർക്കെന്നായി നല്ല, കാർക്കും മുഖം മധുനാൻ മാർഗനായി നല്ല, ഒൻറിനായി നല്ല കാർക്കും തോർക്കെമ്പേര തോർത്തോൻറിനായി തിക്കരിക്കട്ടത്തെ മൃതത്തിലങ്ക് തക്കിടത്തെ മൃതകഥം. ചെന്തമിഴിലാണ് ചവിട്ടുനാടകത്തിന്റെ പാട്ടുകൾ. ചുവടുകളും കഥാപാത്രങ്ങളും മറ്റു കലാരൂപങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. ഞാൻ ചവിട്ടുനാടകം പഠിച്ചത് ഒരു 82-83 ദക്ഷിണ വെച്ച് ചവിട്ടുനാടകം എന്ന കലാരൂപം പഠിക്കാൻ ഒരുങ്ങണത്. 84 അരങ്ങേറ്റം കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 40-ാമത്തെ വർഷമാണ് ശരിക്കും ചവിട്ടുനാടകം ഞാൻ പഠിച്ചതിന് ശേഷം. ചവിട്ടുനാടകത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രവിധാനങ്ങൾ ഒരുക്കുന്നതും ഗോതുരുത്തുകാർ തന്നെ. ഇവിടുത്തെ ഓരോ മണൽത്തരിയിലുമുണ്ട് ചവിട്ടുനാടകത്തെക്കുറിച്ചുള്ള സ്നേഹവും അതിൻ്റെ കഥകളും ചരിത്രവും അറിയാവുന്ന മണൽത്തരികൾ വരെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒട്ടും അതിശയോക്തിയില്ല. ചെറുതായിരിക്കും പഠിച്ച് ഇറങ്ങിയപ്പോൾ തുടങ്ങി തമ്പേശനോട് തന്നെയാണ്. പിന്നെ നമ്മൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ ഇറക്കി ഇപ്പോഴത്തെ പുതിയ ഒരു ഡ്രസ്സുകളൊക്കെ തയ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. കലോത്സവം ആകുമ്പോഴേക്കും ഈ കലോത്സവം കഴിയുമ്പോൾ അടുത്ത അത് കഴിയുമ്പോൾ തന്നെ ഡ്രസ്സുകൾ അടിച്ചു തുടങ്ങും. നല്ല കാർക്കും മോഹം മധുന മാർഗനായി നല്ല മൂർഖവിഗ്രഹം തന്നെ. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ പശുക്കളെ മേയാൻ വിട്ടിരുന്ന സ്ഥലമാണ് ഈ തുരുത്ത് എന്നാണ്. അങ്ങനൊരു ചരിത്രമാണോ അത് പിന്നീട് കഥയായതാണോ എന്നറിയില്ല. അങ്ങനെയാണ് ഈ തുരുത്ത്, പശുക്കളുടെ തുരുത്ത് എന്നുള്ള പേര് വന്നതെന്നാണ്. ഇപ്പോൾ ചുറ്റിലും പുഴയുണ്ട്, പക്ഷേ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുഴയുടെ അക്കരെ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയാണ്, ഇപ്പുറത്താണെങ്കിലോ എറണാകുളം ജില്ലയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ തുരുത്തുകൾക്കൊക്കെ തന്നെ. അപ്പോൾ മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഇത് ചേർത്തിട്ടുണ്ട്. ഗോതുരുത്തിൻ്റെ ഒരു പൈതൃകം, ഇതിൻ്റെ ചരിത്രമൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോതുരുത്ത് അങ്ങനെ ഒരു തമ്പിയാശാൻ്റെയോ ഒരു റോസമ്മ ചേച്ചിയുടെയോ മാത്രം കഥയല്ല, ഇവിടെയുള്ള എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇനി അവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. കറക്റ്റ് ഉച്ച നേരത്ത് അല്ലേ, നല്ല മത്തിക്കറി, അത് പൊളിയായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പേരത് പറയുന്നുണ്ട്. അവിടെ പോയില്ലെങ്കിലും പോകാൻ സാധിച്ചില്ലെങ്കിലും മത്തി കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇപ്പോൾ കാണിച്ച വിഭവം എന്ന് ഒരുപാട് പേര് പറയുന്നു. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം തന്നെ കമൻറ്റുകൾ നൽകുന്നുണ്ട്. ആശ വി, ഒപ്പം തന്നെ വസന്തകുമാരി, വിജയൻ ഒരുപാട് പേർ പറയുന്നു. ഷാനു പറയുന്നുണ്ട്. ഒരുപാട് പേർ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം ഓരോ ഇടങ്ങളിലേക്കും അടുത്ത ദിവസങ്ങൾ നമ്മൾ വരും. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. അപ്പോൾ ഓരോ നാടിനും ഓരോ നഗരത്തിനും അതിൻ്റെതായൊരു ഐഡന്റിറ്റി ഉണ്ടാവും അല്ലേ. സിനിമാ മോഹികളുടെ പ്രിയപ്പെട്ട പഴയ മദിരാശി നഗരത്തിനുമുണ്ട് അങ്ങനെ കുറച്ച് ഐഡന്റിറ്റി, അതായത് കുറേ കെട്ടിടങ്ങളാണ് അവിടെ. അത് ചെന്നൈയുടെ ഐഡന്റിറ്റി മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രം
പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന കെട്ടിടങ്ങൾ കൂടിയാണ്. അത്തരത്തിലുള്ള ചില കെട്ടിടങ്ങളിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ചെന്നൈയിൽ നിന്നും മനീഷ് മൂർത്തിയാണ് റൈഡിംഗ് സീറ്റിൽ. വണക്കം. ചെന്നൈ നഗരത്തിലെ മറ്റു ചില കാഴ്ചകളുമായാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ എത്തുന്നത്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ചെന്നൈ നഗരം എന്ന് പറയുന്നത്. വലിയ നഗരമാണ്. ആ നഗരത്തിന് ഒരുപാട് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. ചരിത്രമൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ചരിത്രത്തിൻ്റെയൊക്കെ നേർക്കാഴ്ചയായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഇപ്പോഴും ചെന്നൈ നഗരത്തിലുണ്ട്. ആ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ചെന്നൈ നഗരത്തിൻ്റെ ഐഡൻറ്റിറ്റി കൂടിയാണ്. അത്തരത്തിലുള്ള ചില കെട്ടിടങ്ങളെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കെട്ടിടത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. ആദ്യത്തെ കെട്ടിടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും അധികം പഴക്കമുള്ള കെട്ടിടമാണ്. പഴക്കം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 400 വർഷം. സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയും. സെൻറ്റ് ജോർജ് കോട്ട 1639 ഇംഗ്ലീഷുകാർ പണി കഴിപ്പിച്ചതാണ്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് കോട്ടകളിൽ ഒന്നാണ് സെൻറ്റ് ജോർജ് കോട്ട എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, തമിഴ്നാടിൻ്റെ നിയമസഭാ മന്ദിരം അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ഓഫീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എനിക്ക് പിറകിൽ കാണുന്ന ഈ സെൻറ്റ് ജോർജ് കോട്ടയിലാണ്. അപ്പോൾ ഇതാണ് റിപ്പൺ ബിൽഡിംഗ്. 1909 നിർമ്മാണം ആരംഭിച്ചത്. 1913 നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് റിപ്പണിൻ്റെ പേരിലാണ് ഈ കെട്ടിടമുള്ളത്. നിലവിൽ ചെന്നൈ കോർപ്പറേഷൻ്റെ ആസ്ഥാന മന്ദിരമാണ്. നിയോ ക്ലാസിക്കൽ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ചെന്നൈയിലെത്തുന്ന ആർക്കും ഈ കെട്ടിടം വന്ന് കാണാൻ സാധിക്കും. കാരണം ഇത് ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ്റെ കെട്ടിടമാണെങ്കിൽ കൂടിയും ഒരു ടൂറിസം കേന്ദ്രം കൂടിയായി ഇവിടെയുള്ള ആളുകൾക്ക് ചെന്നൈയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ വന്ന് ഇത് കാണാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇന്നിപ്പോഴും ഈ സമയത്ത് പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 1.5 നൂറ്റാണ്ടാണ് കെട്ടിടത്തിൻ്റെ പഴക്കം. കൃത്യമായി പറഞ്ഞാൽ 1873 നിർമ്മാണം പൂർത്തീകരിച്ചു. മദ്രാസ് സെൻട്രൽ ആയിരുന്നു ആദ്യം, പിന്നീട് ചെന്നൈ സെൻട്രൽ എന്നാക്കി. ഇപ്പോൾ പേര് ഡോക്ടർ പുരട്ചി തലൈവർ MGR റെയിൽ നിലയം എന്നാണ്. ചെന്നൈയിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ഒരാൾക്കും ഈ കെട്ടിടത്തെ മറക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ നിറവുമെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത്രയും നേരം കണ്ടതിൽ പ്രായം കൊണ്ട് ഏറ്റവും കുഞ്ഞനാണ് എനിക്ക് പുറകിലുള്ള ഈ കെട്ടിടം. LICയുടെ ബിൽഡിംഗ് ആണ്. 1959 നിർമ്മാണം. അന്നു മുതൽ കുറേ വർഷങ്ങൾ ഏറ്റവും വലിയ കെട്ടിടം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ഖ്യാതി LICക്കായിരുന്നു. 177 അടിയാണ് ഈ കെട്ടിടത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ചെന്നൈ എന്ന മഹാനഗരത്തെ ചരിത്രത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളുടെ മനസ്സുകളിലുമൊക്കെ അടയാളപ്പെടുത്തിയ കെട്ടിടങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചെന്നൈയിൽ വന്നും അല്ലാതെയുമൊക്കെ ഈ കെട്ടിടങ്ങൾ കണ്ടിട്ടുള്ള നിരവധി ആളുകളുണ്ടാകും. ചെന്നൈയുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ആ കെട്ടിടങ്ങൾ. മറ്റൊരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24.